സൈനു കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു കുക്കിംഗ് വീഡിയോ അല്ല കേട്ടോ. ഞങ്ങൾ വയനാട്ടിലേക്കൊരു ചെറിയ ട്രിപ്പ്. ആ ട്രിപ്പിൽ കണ്ട കാഴ്ചകളൊന്ന് കണ്ടു നോക്കാം. ശനിയാഴ്ചയാണ് പോകുന്ന വഴിക്ക് സുൽത്താൻ ബത്തേരിയിൽ എത്തിയപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ ചായ കുടിക്കാൻ കയറിയതാണ്. ഹാഷ്ടാഗ് ടീ ബൈ പുഡിംഗ് എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. നല്ലൊരു തരം ചായക്കടികളൊക്കെ ഉള്ള ഒരു റെസ്റ്റോറൻ്റാണ്. അത് കഴിഞ്ഞ് ഞങ്ങളിതാ വയനാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളിതാ അവിടെ എത്തി. ഞങ്ങൾ എടുത്തിരുന്നത് വൈത്തിരിയിലുള്ള ഫാബ്രിക്സ് ലക്ഷറി സ്റ്റേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അപ്പാർട്ട്മെൻറ്റാണ്. ഇത് താഴെയും മേലെയും കൂടി ആയിട്ടാണ് കേട്ടോ. അതിൽ മുകളിൽ ഞങ്ങൾ മക്കളും കുട്ടികളും താഴെ ഞങ്ങളും കൂടിയിട്ടുള്ള ഒരു വില്ല. നല്ല സൗകര്യമുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഒരു വർഷമായിട്ടുള്ളൂ. അത് കാരണം പുതിയതിൻ്റെ ഒരു വൃത്തിയും എല്ലാം ഉണ്ടാവുമല്ലോ. പിന്നെ സർവീസ് ആണെങ്കിൽ നല്ലൊരു ചെറിയൊരു പൂളും ഉണ്ട്. നമുക്കൊന്ന് എൻജോയ് ചെയ്യാനൊക്കെ. ഒരുപാട് വലുതല്ല, എന്നാലും നല്ല അത്യാവശ്യം സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ഒരു അപ്പാർട്ട്മെൻറ്റ് തന്നെയാണ്. പിന്നെ നല്ല വൃത്തിയും ഒക്കെ ഉണ്ട്. പിന്നെ കയറി കഴിഞ്ഞാൽ ഒരു സിറ്റിങ്, പിന്നെ ഒരു ബെഡ്റൂം അങ്ങനെയൊക്കെ ആയിട്ട്. പിന്നെ സിറ്റിങ്ങിൽ നല്ലൊരു സോഫാക്കം ബെഡുണ്ട്. അതിങ്ങോട്ട് വലിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മളെ കൂടെ കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് കിടക്കാനും ഒക്കെ നല്ലതാണ്. മുകളിൽ കുട്ടികൾ അതിലാണ് കിടന്നതെന്ന് പറഞ്ഞു. അപ്പോൾ നല്ലൊരു അപ്പാർട്ട്മെൻറ്റ് തന്നെയാണ് കേട്ടോ. ഒരുപാട് വലുതെന്നല്ല, എന്നാലും നമുക്ക് താമസിക്കാനൊക്കെ. ഒരു ദിവസമാണ് ഞങ്ങൾ താമസിച്ചത്. ഞായറാഴ്ച രാവിലെ ഞങ്ങൾ അവിടെ നിന്നും സ്ഥലങ്ങളൊക്കെ കാണാൻ പുറപ്പെടുകയും ചെയ്തു. അപ്പോൾ ഒരു ദിവസത്തിനൊക്കെ വേണ്ടിയിട്ടാണെങ്കിൽ നല്ലൊരു സൗകര്യം തന്നെയാണ്. പിന്നെ ഫ്രഷ് ആയതിന് ശേഷം ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിലൊക്കെ പോയി കുറച്ച് നേരം ഒന്ന് എൻജോയ് ചെയ്തു. അതിന് ശേഷമാണ് ഫുഡ് കഴിക്കാനൊക്കെ പോയത്. പിന്നെ കാലത്ത് ഞാനൊന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. കുറച്ച് ദിവസമായി ഞാൻ വീഡിയോ ഇട്ടിട്ടാ. കാരണം ഞങ്ങൾ നാട്ടിലായിരുന്നു. 2 ദിവസം ഞങ്ങൾക്ക് കല്യാണം ഉണ്ടായിരുന്നു. പിന്നെ ചെറിയ വേറൊരു പ്രോഗ്രാം, അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പോയത്. അപ്പോൾ നല്ല തിരക്കായതുകൊണ്ടാണ് ഞാൻ ഇത്രയും ദിവസം വീഡിയോ ഇടാതിരുന്നത്. അപ്പോൾ ഇനി ഈ വീഡിയോ കാണുന്ന സമയത്ത് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് ഞാൻ ഇവിടം വരെ എത്തിയത്. അപ്പോൾ ഇനിയും എനിക്ക് സപ്പോർട്ട് വേണം നിങ്ങളുടെ അടുത്തുനിന്ന്. ഞങ്ങൾ ആദ്യം പോയത് ബനാസുര ഡാം കാണാനാണ് കേട്ടോ. ആ ഡാമിലേക്ക് നമ്മൾ വണ്ടി നിർത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് ജീപ്പുണ്ട്. ആ ജീപ്പിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് നടന്ന് കാണാനുണ്ട് ഡാമിൻ്റെ മുകളിലിട്ടാ. ഒരുപാട് സ്ഥലത്ത് നമ്മൾ നടന്ന് എൻജോയ് ചെയ്ത് കാണാൻ പറ്റും. നല്ലൊരു അടിപൊളി വൈബ് തന്നെയായിരുന്നു. എല്ലാവരും വയനാട് പോയത് തന്നെ ആവട്ടാ. പിന്നെ ഞാൻ പോയപ്പോൾ നിങ്ങളും കൂടി ഒന്ന് ഷെയർ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ കണ്ടവരാണെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യുക, കാണാത്തവർ കാണും ചെയ്യുക. പിന്നെ അവിടുന്ന് പോയത് പൂക്കോട്ട് തടാകമാണ് കേട്ടോ. അതും തന്നെ കാണാൻ നല്ല രസം. കാരണം അതിൻ്റെ മുകളിലുള്ള പൂവാണോ എന്ന് അറിയില്ല, പൂവ് തന്നെ ആയിരിക്കും. ഇങ്ങനെ പരവതാനി വിരിച്ച പോലെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. കണ്ടാൽ നല്ല, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരുവിധം എല്ലാവരും ഈ പൂക്കോട്ട് തടാകത്തിൽ പോയത് തന്നെ ആയിരിക്കും. പക്ഷെ എന്നാലും നല്ല ഒരു ഭംഗിയുള്ള ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ. പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വൈബ് തന്നെയായിരുന്നു. വയനാടൊക്കെ പോയാൽ നമുക്ക് 2 ദിവസം കൊണ്ടോ അല്ലെങ്കിൽ 3 ദിവസം കൊണ്ടോ ഫുൾ റൗണ്ട് കാണാൻ പറ്റില്ല കേട്ടോ. ഞങ്ങളിപ്പോൾ 3ാമത്തെ പ്രാവശ്യമാണ് ഇതുപോലെ തിരക്ക് പിടിച്ച് പോണത്. ശനിയാഴ്ച പോയി ഞായറാഴ്ച വരെ അങ്ങനെ പോയിട്ട് കാര്യമില്ല. ഒരു 4-5 ദിവസം വേണം നമുക്ക് ഫുൾ റൗണ്ട് കാണണം എന്നുണ്ടെങ്കിൽ. പിന്നെ ഞങ്ങളിതാ അവിടെ നിന്നും പിന്നെ എന്നൂരെന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ജീപ്പിൽ കയറി പോകുന്നത്. അതും തന്നെ ഇതുപോലെ ഒരുപാട് മുകളിൽ കയറിയാൽ കാണാനുണ്ട് കേട്ടോ. ആദിവാസികളുടെ ഇതൊക്കെ നല്ലോണം കാണാനുണ്ട്. പ്രകൃതി രമണീയമായ കാഴ്ചകൾ കാണാൻ നല്ലൊരു വൈബ് തന്നെയാണ് കേട്ടോ. ഞങ്ങളിതാ മുകളിലെത്തി. ഇനി ഇവിടെ ഇറങ്ങിയതിന് ശേഷം ഒരുപാട് ദൂരം നടക്കാനുണ്ട് കേട്ടോ. നടന്നു കഴിഞ്ഞാൽ പഴയ കാലത്തെ വീടുകളൊക്കെ ഉണ്ടാക്കി വെച്ചത് കാണാനൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ.
ഇവിടെ പഴയ വീടുകൾ ഒരുപാട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ് എല്ലാത്തിൻ്റെയും ഉള്ളിൽ കാണാൻ. അങ്ങനെ ഞങ്ങൾ ഒന്നിൻ്റെ ഉള്ളിൽ പോയപ്പോൾ പഴയ കാലത്തെ വീട്ടുപകരണങ്ങൾ കുറേ ഉണ്ട്. പിന്നെ 2 അടുപ്പിൽ കറണ്ടിൻ്റെ ആയിരിക്കും ഇങ്ങനെ കത്തുന്നത് പോലെയൊക്കെ, തീ കത്തുന്നത് പോലെ നല്ല ഭംഗിയുണ്ട് അതൊക്കെ കാണാൻ കേട്ടോ. അടിപൊളി തന്നെ ആയിരുന്നു. പിന്നെ ഇവിടെ ആദിവാസികളുടെ ഡാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾ എത്തിയപ്പോഴേക്കും അതിൻ്റെ ടൈം കഴിഞ്ഞിട്ടാണ്. അത് 4 മണി വരെയാണ് അത്ര. പക്ഷെ ഞങ്ങൾ എത്തിയപ്പോഴേക്കും അവർ ഡ്രസ്സൊക്കെ മാറി കളിയൊക്കെ അവസാനിപ്പിച്ചിരുന്നത് കണ്ട് ഞങ്ങൾക്കത് കാണാൻ പറ്റിയില്ല കേട്ടോ. ഇത്രയൊക്കെയാണ് കേട്ടോ നമ്മളുടെ വയനാട് ട്രിപ്പ്. പക്ഷേ എല്ലാവർക്കും നല്ല ഇഷ്ടമായി. നമുക്ക് എപ്പോഴും ഒരു ടൂർ പോകാമെന്നൊക്കെ പറഞ്ഞാൽ വളരെ സന്തോഷമാണല്ലോ. എന്നും നമ്മൾ വീട്ടിൽ തന്നെയല്ലേ, കുട്ടികളൊക്കെ ഇട്ടൊന്ന് പുറത്ത് പോയാൽ ആ ഒരു സന്തോഷം. അപ്പോൾ ഇനി എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.